വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലിൽ മൊഴിയെടുക്കാൻ അനുമതി തേടി എക്സൈസ്. നിയമ നടപടികളിലേക്ക് കടക്കാൻ താൽപര്യമില്ലെന്നാണ് കുടുംബത്തിന്റെ നിലപാട്. വിൻസിയുടെ അച്ഛനാണ് എക്സൈസ് ഉദ്യോഗസ്ഥരെ ഇക്കാര്യം അറിയിച്ചത്. ജംഷീർ കൊടിഞ്ഞുകൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, വിൻസിയുടെ ആദ്യ നീക്കങ്ങളിൽ തന്നെ അതൊരു പോലീസ് കേസാക്കാനോ അല്ലെങ്കിൽ നിയമപരമായ ഒരു പ്ലാറ്റ്ഫോമിലൂടെ പോകാനോ താല്പര്യമില്ല എന്നുള്ളത് വ്യക്തമായിരുന്നു. അപ്പോൾ എക്സൈസിന് ഇനി ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക? ഒരു ഔദ്യോഗിക പരാതി കിട്ടാതെ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എക്സൈസിന്? തീർച്ചയായിട്ടും ജിൽസി, അത് തന്നെയാണ് എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. അതായത് ഇതിനകത്ത് ഒരു ഔദ്യോഗികമായിട്ട് ഒരു പരാതി ലഭിക്കാതെ നിയമപരമായി മുന്നോട്ട് പോവുക എന്നുള്ളത് എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രാവർത്തികമല്ല എന്നുള്ളതാണ്. ഇന്നലെ മാധ്യമങ്ങളിലൂടെ ഈ വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷം ഇന്നലെ മാധ്യമങ്ങളിലൂടെ പ്രതികരണങ്ങൾ നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് എക്സൈസ് ഇത് വളരെ കാര്യമായി തന്നെ എടുക്കുകയും പിന്നീട് വിൻസിയുടെ കുടുംബത്തെ സമീപിക്കുകയും ചെയ്തത്. കാരണം ഇത് നിയമപരമായി മുന്നോട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായും അതിനകത്തൊരു പരാതി ലഭിക്കേണ്ടത്. അതിപ്പോൾ എക്സൈസിനാണെങ്കിലും പോലീസിനാണെങ്കിലും സമാനമായ രീതിയിൽ തന്നെ പരാതി ലഭിക്കേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് കാര്യമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് എക്സൈസ് സംഘം വിൻസിയുടെ കുടുംബത്തെ സമീപിച്ചത്, പ്രത്യേകിച്ച് വിൻസിയുടെ അച്ഛനെ സമീപിച്ചത്. തുടർന്ന് അച്ഛൻ വിൻസിയുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് തങ്ങൾക്ക് നിയമപരമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നത്. സിനിമയ്ക്കകത്തുള്ള പ്രശ്നം സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നമായതുകൊണ്ട് തന്നെ അത് സിനിമയ്ക്കകത്ത് തന്നെ തീർക്കട്ടെ എന്നുള്ളൊരു നിലപാടിലാണ് വിൻസിയും വിൻസിയുടെ കുടുംബവും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിൽ സിനിമയ്ക്കകത്തുള്ള സംഘടനകൾക്ക് പരാതി നൽകിയിട്ടുള്ളത്. നിയമപരമായിട്ട് നിലവിൽ മുന്നോട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഈ എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ ഇപ്പോൾ എയറിലുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇതിനകത്ത് നിയമപരമായ എന്തെങ്കിലും നടപടിയുമായി മുന്നോട്ട് പോകണമെങ്കിൽ എക്സൈസിനാണെങ്കിലും പോലീസിനാണെങ്കിലും നടപടിയുമായി മുന്നോട്ട് പോകണമെങ്കിൽ പരാതി കൂടിയേ തീരൂ. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ പരാതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എക്സൈസ് ആലോചിക്കുന്നത് ഇതിന് ഇപ്പോൾ പരാതി ലഭിക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ട് തന്നെ മറ്റ് ഏത് രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള കാര്യമാണ് എക്സൈസ് ഇപ്പോൾ ആലോചിക്കുന്നത്. നിയമ വിദഗ്ധരുമായി ആലോചിച്ചതിന് ശേഷം മറ്റേതെങ്കിലും തരത്തിൽ ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി എക്സൈസ് ആലോചിക്കുന്നുണ്ട്. ജിൻസി.